അമേരിക്കൻ മണ്ണിൽ ഇന്ത്യൻ താരങ്ങൾ തകർത്തടിക്കുകയാണ്. T20 വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. കോഹ്ലി മാത്രം എത്തിയിട്ടില്ല. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ സഞ്ജു രോഹിത്തും അടിച്ചു കളിച്ചിരിക്കുകയാണ്. മികച്ച ബൗളിംഗ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ഹാർദിക് പാണ്ഡ്യക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ ഒറ്റയാൾ പോരാട്ടം. സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് പാണ്ഡ്യ പോലും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒഫീഷ്യലായിട്ടുള്ള ആദ്യത്തെ സന്നാഹ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. ജൂൺ 1 രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അതിനു മുന്നേ ഓരോ ദിവസവും ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിലെ താരങ്ങൾ തന്നെ 2 ടീമായിട്ടാണ് ഇൻട്രാ സ്ക്വാഡ് മത്സരങ്ങൾ കളിക്കുന്നത്. സഞ്ജുവും പാണ്ഡ്യയും വേറെ വേറെ ടീമിലായിരുന്നു. പാണ്ഡ്യ സഞ്ജുവിനെതിരെ ഇന്ന് പന്തെറിഞ്ഞു. സഞ്ജു സിക്സർ വായിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് പാണ്ഡ്യ പോലും ഞെട്ടിയിരിക്കുകയാണ്. സഞ്ജു അമേരിക്കൻ മണ്ണിൽ തകർത്തടിക്കുകയാണ്. സഞ്ജു മാത്രമല്ല, രോഹിത് ശർമ്മയും മികച്ച കളി ഇന്ന് പുറത്തെടുത്തു. സഞ്ജു സിക്സ് അടിച്ചത് പാണ്ഡ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പാണ്ഡ്യ സീനിയർ താരമാണ്. ആ പാണ്ഡ്യക്കെതിരെയാണ് സഞ്ജു തകർത്തടിച്ചിരിക്കുന്നത്. പാണ്ഡ്യ IPL-ലും ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴിതാ വേൾഡ് കപ്പിലും പാണ്ഡ്യ ഫ്ലോപ്പായിരിക്കുകയാണ്. പാണ്ഡ്യയുടെ ബൗളിങ്ങിൽ എല്ലാ താരങ്ങളും അടിച്ചു കളിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഇന്നത്തെ ഫോം അനുസരിച്ച് ആദ്യത്തെ സന്നാഹ മത്സരത്തിൽ സഞ്ജു കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. വിരാട് കോഹ്ലി ഇല്ലാത്ത സ്ഥിതിക്ക് സഞ്ജു ആയിരിക്കും 3-ാം നമ്പറിൽ കളിക്കാൻ പോകുന്നത്. സഞ്ജു കഴിഞ്ഞ 2 ദിവസത്തെ പ്രാക്ടീസ് മാച്ചിലും നല്ല പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. അതുപോലെ രോഹിത് ശർമ്മയും. ഓപ്പണിങ്ങിൽ എന്തായാലും മാറ്റം വരാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മയും ജയ്സ്വാളും കളിക്കും. 1 ഡൗണിലായിരിക്കും സഞ്ജു കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ കളി കണ്ട് അയർലൻഡ് പേടിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അത് ജൂൺ 5-ന് അയർലൻഡിനെതിരെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.